ഹലോ ഗൈസ്, നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ബാലി ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഒക്ടോബർ 5 വരെയോ മറ്റേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് പോയത്. നമുക്ക് ദർബാർ ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം തിരിച്ചു വരുന്ന വഴിയാണ് കണ്ട് അങ്ങനെ കയറി നോക്കിയതാ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. 100 രൂപയ്ക്കുള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാം. ഇനി ഇത് കഴിയാറായതുകൊണ്ട് കുറേയൊക്കെ എടുത്ത് മാറ്റിയതാണോ എന്നുള്ള കാര്യം അറിയില്ല. ബാലി അട്രാക്ഷൻസിൽ വരുന്ന മിക്കതും ഇവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലി സ്വിങ്, ഇതുപോലെ നടക്കുന്ന വഴിയിൽ ഈ കല്ല് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നി. ഇനിയിപ്പോൾ ഇത് കഴിയാറായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നു പോയി നാശമായി പോയതാണോ എന്നും അറിയില്ല കേട്ടോ. പക്ഷേ എന്തായാലും ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നടക്കുന്ന വഴിയിലെല്ലാം തന്നെ ഈ ആർട്ടിഫിഷ്യൽ സ്മോക്കും അതുപോലെ തന്നെ പെബിൾസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പെബിൾസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയൊക്കെയായി വന്ന് ഇരുന്ന് ടീ ഒക്കെ കുടിക്കാനുള്ള ഒരു ഏരിയ കൂടി അവിടെ ഉണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷനായി തോന്നിയത് ഈ ആർച്ച് രൂപത്തിലുള്ള അക്വേറിയം തന്നെയാണ്. ഇതിപ്പോൾ പല സ്ഥലങ്ങളിലുണ്ട്. അതും അത്യാവശ്യം നടന്ന് കാണുകയൊക്കെ ചെയ്തു. അവിടെയും ഇങ്ങനെ കുറച്ച് ഫിനിഷിങ്ങിൻ്റെ പ്രശ്നമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് കൂടാതെ ഒത്തിരി സ്റ്റോളുകളുണ്ട് കേട്ടോ അതിനുള്ളിൽ. ഇപ്പം നമുക്ക് കടകളിലൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള പഴയ കാലത്തെ മിഠായികളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോളുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാളുകൾ മിക്കതും നമ്മൾ കലൂരിലെ ഒരു കോട്ടൺ ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ എക്സ്പോയിലുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ അച്ചാറുകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടേ. എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.